മുഴം വലിച്ചങ്ങോട്ട് കുടിക്കടാ. നടന്നു വന്നിട്ട് ക്ഷീണം മാറട്ടെ. വീട് മാറിയതിന്റെ സങ്കടം ഉണ്ട് അവന്. അത് 1-2 ദിവസം. എടാ സാരമില്ല, നിന്റെ കസ്തൂരിയെ പോലെ ഒരുത്തി ഇവിടെ ഉണ്ട്. കസ്തൂരി നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാ? നല്ല ഉഷിരുള്ള പെണ്ണ. കോഴി കൊത്തുന്ന പോലെ എന്നോട് കയറി പറഞ്ഞത്. ഇറങ്ങാൻ നേരത്ത് ഇവനോട് കാണിച്ച സ്നേഹം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. കാണാൻ എങ്ങനെ? നല്ല ഐശ്വര്യമുള്ള മുഖം. കറുപ്പാ? നിന്നെക്കാ വെളുത്തില്ല. കനകന് വേണ്ടി നമുക്കൊന്ന് ആലോചിച്ചാലോ? അവൻ പെണ്ണും പടക്കോഴിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നടക്കല്ലേ. നാട്ടില് പറ്റിയ പെണ്ണില്ലഞ്ഞിട്ടാ. ഒന്നുകൂടി ഒന്ന് നിർബന്ധിച്ചാ ചിലപ്പോ. അവന്റെ പ്രായത്തിലുള്ളവർക്ക് ഇപ്പൊ 2-3 കുട്ടികളുണ്ട്. ഇങ്ങനെ ഒരു മൊണ്ടൻ ഒരു പെണ്ണിന്റെ കൂടെ കിടക്കണം എന്നുള്ള വിചാരമില്ല അവന്. അവളുടെ മുന്നിൽ വെച്ചാ അവക്കൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ. ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ ഉള്ളത് പറഞ്ഞ ആർക്കും പിടിക്കില്ല. കനകരാജൻ ചെട്ടിയാരോടെ കണ്ടില്ല. ചീട്ടും കളിച്ചിരിക്കുന്നുണ്ടാവും. അവിടെയില്ല. പിന്നെ എവിടെ പോയി കഴിവിടെ മോൻ? പേടിച്ചോ? പിന്നെ പേടിക്കാതിരിക്കുവോ? ഞാൻ വിചാരിച്ചു വല്ല എക്സൈസുകാരും ആയിരിക്കും. അന്ത എക്സൈസുകാർ വന്ന ഉടനെ കെട്ടിപ്പിടിക്കുക. നല്ല കത്തുന്ന സാധന. തൊട്ടുകൂട്ടാവുന്നില്ലേ? കണ്ണോടിച്ചോണ്ടത് വീശുന്ന്. കാള ചത്തോണ്ട് സുഖായല്ലേ? ഓ, അച്ഛൻ കാളെ നോക്കി പോയിരിക്കുക. കിട്ടാഞ്ഞാ മതിയായിരുന്നു. ആരെങ്കിലും കാണും? ഇവിടെ ആര് വരാനാ? ആ കുഞ്ഞിപ്പോ പാത്തും പതിയും നടക്കണുണ്ടാവും. അവൻ പോട്ടെ. കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട്. നിന്റെ അനിയൻ ചക്കൻ നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. എന്തിനാ? ചക്ക ആട്ടാൻ, അല്ലാണ്ട് എന്തിനാ? അപ്പൊ കാളെ കൊണ്ടുവന്നോ? പോട്ടെ. ഓ ശരി ശരി ശരി. അവന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ അടിച്ചു മാറ്റി നീ. അതുകൊണ്ടാ അവൻ എന്റെ അടിച്ചു മാറ്റിയതാ. എന്നാലേ ഈ ചീട്ടും കൂടി വെച്ചോ നീ. കാശില്ലാണ്ട് ഞാൻ ചെയ്യാനാ? ഇവിടെ തീ ഉദിക്കാതാ നല്ലത്. എന്റെ പൊന്നില്ലല്ലേ, ഒരു 10 രൂപയെങ്കിലും ഉണ്ടാ? ഏത് നേരത്താണ് ഇങ്ങനെ ഒരിടത്തിൽ കിട്ടിയത്? നിന്റെ അച്ഛൻ എന്നെ കണ്ടെന്ന്